ജീവനക്കാർ എത്താത്തതിനാൽ കണ്ണൂരിൽ നിന്നുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ ഇന്നും സർവീസ് നടത്തിയില്ല. ദമാം, അബുദാബി എന്നിവിടങ്ങളിലേക്കുള്ള 2 സർവീസുകളാണ് റദ്ദാക്കിയത്. കഴിഞ്ഞ 2 ദിവസമായി കണ്ണൂരിൽ നിന്നുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ സർവീസ് നടത്തുന്നില്ല. വിവരങ്ങളുമായി അർജുൻ കല്യാട് ചേരുന്നു. അർജുൻ, എന്താണ് അധികൃതർ നൽകുന്ന വിശദീകരണം? ജീവനക്കാർ തിരിച്ച് ജോലിയിൽ പ്രവേശിച്ചിട്ടും പ്രതിസന്ധി ഒഴിയുന്നില്ലെന്നാണോ മനസ്സിലാക്കേണ്ടത്? അതുല്യ, അതായത് കണ്ണൂരിൽ നിന്നുള്ള 2 വിമാന സർവീസുകളാണ് ഇന്നും റദ്ദാക്കിയിട്ടുള്ളത്. എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാന കമ്പനിയുടെ അധികൃതർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൽകുന്ന വിശദീകരണം, ജീവനക്കാർ കൃത്യമായ തോതിൽ ജോലിയിൽ പ്രവേശിച്ചിട്ടില്ല എന്നുള്ള വിശദീകരണമാണ് അവർ നൽകുന്നത്. കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ, അതായത് കഴിഞ്ഞ ദിവസവും കണ്ണൂരിൽ നിന്നുള്ള വിമാന സർവീസുകൾ റദ്ദാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർച്ചയായി 4ാമത്തെ ദിവസമാണ് ഇത്തരത്തിൽ വിമാന സർവീസുകൾ റദ്ദാക്കുന്ന ഒരു സാഹചര്യം. ഇന്നിപ്പോൾ 2 വിമാനങ്ങളാണ് റദ്ദാക്കിയിട്ടുള്ളത്. പുലർച്ചെ 5:15 പുറപ്പെടേണ്ടുന്ന ദമാം എക്സ്പ്രസ്, അതുപോലെ തന്നെ 9:30 പുറപ്പെടേണ്ടുന്ന അബുദാബി ഫ്ലൈറ്റ്, ഇത് 2 വിമാന സർവീസുകളാണ് ഇന്ന് കണ്ണൂരിൽ നിന്ന് റദ്ദാക്കിയിട്ടുള്ളത്. എങ്കിൽ കൂടി ഈ യാത്രക്കാർക്ക് വലിയ തോതിൽ പ്രയാസം ഉണ്ടാക്കുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ, ആദ്യ ദിവസങ്ങളിൽ ഈ പറയുന്ന യാത്രക്കാർക്ക് ഒരു അറിയിപ്പും നൽകാതെയായിരുന്നു ഇത്തരത്തിൽ വിമാന സർവീസുകൾ റദ്ദാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് എങ്കിൽ ഇന്നിപ്പോൾ യാത്രക്കാർക്ക് അറിയിപ്പെങ്കിലും നൽകുന്നതിന് വേണ്ടി തയ്യാറായിട്ടുണ്ട്. അതിനും അപ്പുറത്ത് ഈ യാത്രക്കാരെല്ലാവരും തന്നെ വളരെ പ്രതീക്ഷയോടുകൂടി സമരമെല്ലാം ഒത്തുതീർപ്പായി, അതുകൊണ്ട് തന്നെ ഫ്ലൈറ്റ് ഉണ്ടാവുമെന്നുള്ള ഒരു വിശ്വാസത്തിന്റെ ഒരു പ്രതീക്ഷയോടുകൂടിയാണ് ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്യുന്നത്. പക്ഷേ വളരെ പെട്ടെന്നാണ് ഇന്നലെ രാത്രിയോടുകൂടി ഇങ്ങനെ അറിയിപ്പ് ലഭിച്ചതെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അപ്പോൾ ഇന്ന് അറിയിപ്പ് ലഭിച്ചിരുന്നെങ്കിൽ കൂടി വളരെ ചുരുക്കം യാത്രക്കാർ ആ വിമാനത്താവളത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും തുടർച്ചയായി ഈ പറയുന്ന പണിമുടക്ക് ഒത്തുതീർപ്പായെങ്കിലും സമരങ്ങൾ തൊഴിലാളികളുമായി ചർച്ച നടത്തി, ക്യാബിൻ ക്രൂ അംഗങ്ങളുമായി ചർച്ച നടത്തി, ഇതൊക്കെ ഒരു രമ്യമായ പരിഹാരത്തിലേക്ക് എത്തിയെങ്കിൽ കൂടി പ്രതിസന്ധി ഇപ്പോഴും തുടരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. 2 വിമാന സർവീസുകൾ ഇന്നും കണ്ണൂരിൽ നിന്ന് റദ്ദാക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. തുടർച്ചയായി 4ാമത്തെ ദിവസമാണ് ഇത്തരത്തിൽ വിമാന സർവീസുകൾ റദ്ദാക്കി. ഇന്നലെ ഈ സമരം ഒത്തുതീർപ്പായതിന് തൊട്ടു പിന്നാലെ തന്നെ എല്ലാ സർവീസുകളും സർവീസ് നടത്തും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ കൂടി ഇന്നലെ ഇത്തരത്തിൽ 4ലധികം വിമാന സർവീസുകൾ ഇന്നലെയും റദ്ദാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഉച്ചയ്ക്ക് ശേഷമുള്ള വിമാന സർവീസുകൾ ഇന്നലെ സർവീസ് നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ മുതൽ തന്നെയുള്ള എല്ലാ സർവീസുകളും ഉണ്ടാവുമെന്നുള്ളൊരു പ്രതീക്ഷ യാത്രക്കാർക്ക് ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ കൂടി 2 സർവീസുകൾ ഇപ്പോൾ റദ്ദാക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഉച്ചയ്ക്ക് ശേഷം, അതായത് അതിനുശേഷമുള്ള സർവീസുകൾ ഇന്ന് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ വീണ്ടും ഈ പ്രതിസന്ധി പരിഹരിക്കപ്പെടാത്തത് കൊണ്ട് തന്നെ എന്ത് ഉറപ്പാണ് യാത്രക്കാർക്കുള്ളത്, അല്ലെങ്കിൽ വിമാനത്താവളത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തന്നെ ഒരു ഉറപ്പില്ലാത്ത, അല്ലെങ്കിൽ ഒരു വിശ്വാസമില്ലാത്ത ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ആത്യന്തികമായി നഷ്ടം സംഭവിക്കുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാന കമ്പനിക്ക് തന്നെയാണ്. യാത്രക്കാരുമായിട്ടുള്ള ഒരു വിശ്വാസം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം അവരുടെ വിമാന കമ്പനിക്ക് തന്നെ വലിയ തോതിൽ പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കണ്ണൂരിൽ ഇന്നും 2 വിമാന സർവീസുകൾ റദ്ദാക്കിയിരിക്കുന്നു. പുലർച്ചെ 5:15 പുറപ്പെടേണ്ടുന്ന ദമാം എക്സ്പ്രസ്, അതിന് പുറമെ 9:30 പുറപ്പെടേണ്ടുന്ന അബുദാബി എക്സ്പ്രസ്, ഈ 2 വിമാന സർവീസുകളാണ് കണ്ണൂരിൽ നിന്നും റദ്ദാക്കിയിരിക്കുന്നത്. യാത്രക്കാർക്ക് അറിയിപ്പ്, അതായത് മുൻകൂട്ടി അറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ, വിമാന കമ്പനി അധികൃതർ സൂചിപ്പിക്കുന്നുണ്ട്. എങ്കിൽ കൂടി യാത്രക്കാർക്ക് ഇത് ബുദ്ധിമുട്ടാണ് എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. അതുല്യ. ശരി. കണ്ണൂരിൽ നിന്നുള്ള 2 എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ റദ്ദാക്കിയിരിക്കുകയാണ് ഇന്നും. പ്രതിസന്ധി പൂർണ്ണമായും ഒഴിഞ്ഞിട്ടില്ലെന്നാണ് മനസ്സിലാക്കേണ്ടത്. ആശ്വാസമായത് നേരത്തെ അറിയിപ്പ് നൽകിയിരുന്നു എന്നതാണ് ആശ്വാസമായത്.